അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിൻ്റെ വ്യാപ്തം വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് വക്രതല പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു പേപ്പറിൻ്റെ കഷ്ണം. ഈ പേപ്പറിൻ്റെ കഷ്ണം ഞാൻ ചുരുട്ടിക്കൊണ്ട് ഇതേ രൂപത്തിൽ ഒരു സിലിണ്ടർ ഉണ്ടാക്കി, ഒരു വൃത്തസ്തംഭം ഉണ്ടാക്കി. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലേ? പേപ്പർ ഇട്ടിക്കഴിഞ്ഞാൽ പേപ്പർ ചുരുട്ടിക്കഴിഞ്ഞാൽ ഇതേ രൂപത്തിലാകും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഇപ്പം നമുക്ക് സിലിണ്ടറിൻ്റെ ആകൃതി കിട്ടി അല്ലേ? അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ വക്രതല വിസ്തീർണം, അതായത് കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഈ സൈഡ് അല്ലേ? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വളഞ്ഞിരിക്കുന്ന ഈ ഭാഗം. അപ്പോൾ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഇതിങ്ങനെ നീർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആകൃതിയിൽ കിട്ടും അല്ലേ? ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് ഈ ചതുരാകൃതിയിലുള്ള പേപ്പറിന്റെ ഏരിയ തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മതി? ഈ കർവ്ഡ് സർഫസ് ഏരിയ കാണുന്നതിന് പകരം ഈ പേപ്പറിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചതുരത്തിന്റെ നീളം L ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ വീതി B ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഏരിയ സീക്വൽ ടു നീളം ഇൻറ്റു വീതി, അതായത് L ഇൻറ്റു B. അപ്പോൾ ഈ L ഇൻറ്റു B ആണ് ഇവിടെ എന്തായി വരുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്, അതായത് വക്രതല പരപ്പളവ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ L എന്ന് പറയുന്നത് എന്താണ്? L എന്ന് പറയുന്നത് ഈ നീളം അല്ലേ? ഈ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ചുരുട്ടിയാണ് ഈ വൃത്തസ്തംഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ വൃത്തസ്തംഭത്തിൻ്റെ എന്താണിത്? ചുറ്റളവ്, പെരിമീറ്റർ ആണ് ഈ L. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് L ന് പകരം എന്ത് എഴുതാം? ഈ സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr. അപ്പോൾ L ന് പകരം നമുക്ക് 2πr എന്ന് എഴുതാം. ഇനി ഇൻറ്റു B, ഈ നീളം അല്ലേ? ഇവിടെ എന്താണ് B എന്ന് പറയുന്നത്? ഇവിടെ H അല്ലേ? അതായത് ഈ സിലിണ്ടറിൻ്റെ എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് റേഡിയസ്. അപ്പോൾ 2πr ഇൻറ്റു ബിക്ക് പകരം നമുക്ക് എഴുതാം H എന്ന് എഴുതാം അല്ലേ? അതായത് 2πrh. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് വക്രതല പരപ്പളവ് കിട്ടിയ എന്താണ്? 2πrh. ക്ലിയർ ആയില്ലേ? കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് എന്താണ്? 2πrh. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസും എച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ സ്തംഭങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് പാർശ്വമുഖ പരപ്പളവ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസിൻ്റെ പെരിമീറ്ററിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? H കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അത് തന്നെയാണ് ഇവിടെയും. 2πr എന്ന് പറയുന്നത് എന്താണ്? ഈ ബേസിൻ്റെ പെരിമീറ്റർ, ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് ഇൻറ്റു H. ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് പകരം നമ്മൾ എന്തായി മാറിയത്? കർവ്ഡ് സർഫസ് ഏരിയ എന്നായി മാറി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് 2πrh. ഒരു സിലിണ്ടറിൻ്റെ വക്രതല പരപ്പളവ്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πrh. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തം ഏരിയ കാണുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ രണ്ട് ഭാഗം, ഇപ്പോൾ ഇത് തുറന്നിരിക്കുകയാണ് അല്ലേ? ഈ തുറന്നിരിക്കുന്ന ഈ അടിയും മുകൾ ഭാഗം എന്താണ്? ഇത് അടഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൊത്തം ഏരിയ എത്ര വരും? ഇതിൻ്റെ കൂടെ, അതായത് 2πrh, അതാണ് നമ്മുടെ ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ ഏരിയ അല്ലേ? അതിൻ്റെ കൂടെ എന്ത് കൂട്ടേണ്ടി വരും? അതിൻ്റെ കൂടെ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ അല്ല, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഏരിയയും കൂടി നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ. ആ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr² അല്ലേ? πr². പിന്നെ ഇവിടെയുണ്ട് അതേപോലെ അല്ലേ? അപ്പോൾ 2πr². അപ്പോൾ നമ്മോട് മൊത്തം ഏരിയ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2πrh, ഇതിൻ്റെ ഈ വക്രതല വിസ്തീർണം പ്ലസ് ഈ സിലിണ്ടറിൻ്റെ ബേസുകൾ അല്ലേ? ബേസുകൾ എന്തിൻ്റെ ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ്. അതുകൊണ്ട് നമ്മൾ πr², അതിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് 2πr. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 208 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? In a school building, there are 12 cylindrical pillars, each with base area 0.5 meter and height 4 meter. What is the curved surface area of a pillar? ഇതാണ് ആദ്യത്തെ ചോദ്യം.
അതായത് ഇന്ന സ്കൂൾ ബിൽഡിംഗ് അല്ലെ, ഒരു സ്കൂൾ ബിൽഡിങ്ങിൽ അതിൽ എത്ര ഉണ്ട്? 12 തൂണുകളുണ്ട്. വൃത്ത സ്തംഭത്തിന്റെ ആകൃതിയിലുള്ള 12 തൂണുകളുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? അതിന്റെ വ്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1/2 മീറ്റർ. പിന്നെയോ ഹൈറ്റ് 4 മീറ്റർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി കർവ്ഡ് സർഫസ് ഏരിയ? അതായത് ഒരു തൂണിന്റെ വക്രതല പരപ്പളവ് എത്രയാണ്? അപ്പൊ ചോദ്യം ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഒരു തൂണ് അല്ലേ. അപ്പൊ നമുക്ക് റഫ് ആയിട്ട് ഒരു തൂണ് ഇവിടെ വരച്ചു നോക്കിയേ. ഇതാണ് നമ്മുടെ സ്കൂളിന്റെ തൂണ്. ഇതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എച്ച് എത്രയാണ്? 4 മീറ്റർ. പിന്നെയോ ഇതിന്റെ ശ്രദ്ധിക്കുക, റേഡിയസ് അല്ല നമുക്ക് തന്നിട്ടുള്ളത്, ഡയാമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു 1/2 മീറ്റർ. അപ്പൊ 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ 0.5 അല്ലെ, 0.5 മീറ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വക്രതല പരപ്പളവ് അല്ലെ, അതായത് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. നമുക്കിവിടെ നോക്കിയാൽ ഡി തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് എച്ചും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാലോ കർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ. കർവ്ഡ് സർഫസ് ഏരിയ അതായത് വക്രതല പരപ്പളവ് സീക്വൽ എന്താണ് ഇക്വേഷൻ? 2πRh സീക്വൽ ടു 2πr അല്ലെ. ഇവിടെ നമുക്ക് r തന്നിട്ടില്ല, പകരം എന്താണ് തന്നിട്ടുള്ളത്? d ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ d തന്നു കഴിഞ്ഞാൽ നമ്മൾ 2πr, നമുക്ക് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചാപ്റ്റർ നമ്മുടെ വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2πr നമുക്ക് 2πr റേഡിയസ് നമുക്ക് d ആണ് തന്നിട്ടുള്ളതെങ്കിൽ എന്താണ് ഇക്വേഷൻ എന്തായി മാറും? π × d അല്ലേ. ഇത് രണ്ടും സെയിം തന്നെയാണ്. എന്താണ് നമുക്കറിയാം? 2r എന്ന് പറയുന്നത് d എന്ന് പറയുന്നത് 2r ആണ്. റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 2r പകരം d കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് തോന്നുന്നു? πd അല്ലേ. അപ്പൊ 2πr പകരം നമുക്ക് എന്ത് കൊടുക്കാം? πd എന്ന് കൊടുക്കാം. π × d = π × ഡയാമീറ്റർ എത്രയാണ്? 0.5 ഇൻറ്റു h നമുക്കറിയാലോ 4 മീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് πd × h സീക്വൽ ടു 20, അപ്പോൾ 2π. അപ്പോൾ 2π മീറ്റർ സ്ക്വയർ. നമുക്ക് മീറ്ററിലാണ് എല്ലാ അളവുകളും, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ. ഇനി ഡി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തൊരു എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഡി തന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കുക അല്ലേ. ഡി നോക്കിയാൽ ഡി 0.5 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര വരും? 0.5/2 അല്ലേ, അതായത് 0.25. അപ്പോൾ അവരെന്ത് ചെയ്യുക? 2πRh വേണം അല്ലേ. അപ്പോൾ 2πRh സീക്വൽ ടു 2 × π × r 0.25 × h 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 2 8, 8 × 0.25 2 അല്ലേ. അപ്പോൾ നമുക്ക് 2π സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇത് പെട്ടെന്ന് ഓർമ്മയില്ലാത്തവർ ഈ രീതിയിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ 6 വെച്ച് തന്നെ ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഉത്തരം കണ്ടുപിടിച്ചാൽ അല്ലേ, വക്രതല പരപ്പ് അതായത് കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടി 2π സ്ക്വയർ മീറ്റർ. ഇനി നമ്മുടെ അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ. ഈ എല്ലാ തൂണുകളും ആകെ എത്ര തൂണുകളുണ്ട്? 12 തൂണുകൾ. ഈ എല്ലാ തൂണുകളും പെയിന്റ് അടിക്കുന്നതിന് എത്ര രൂപ വേണ്ടി വരും അല്ലേ? ഒരു ചതുരശ്ര മീറ്ററിന് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 80 രൂപ വെച്ചിട്ട് എത്ര രൂപ വേണ്ടി വരും? അപ്പൊ ഇതാണ് ഒരെണ്ണത്തിന്റെ വക്രതല പരപ്പളവ് അല്ലേ. അപ്പൊ നമുക്ക് എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 12 എണ്ണം ഉണ്ട് അല്ലേ. 12 പില്ലർ സീക്വൽ ടു എന്ത് വരും? 2π × 12 അതായത് 24π. അപ്പോൾ ഇവിടെ 12 തൂണുകളുടെ കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവ് ഈസ് ഈക്വൽ ടു 2π × 12. അപ്പോൾ നമുക്ക് 24π. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് എത്രയാണ്? 80 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വേണം? 24π എന്നുള്ളത് π കൊണ്ട് ഗുണിച്ചിടേണ്ടി വരും. ഈസ് ഈക്വൽ ടു 24 × π 3.14 ഒന്ന് ഗുണിച്ചിട്ട് എത്ര എന്ന് പറഞ്ഞാൽ 75.36. അപ്പം ഇത്രയാണ് എന്താണ് മൊത്തം ഏരിയ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ ചായം പൂശാൻ വേണ്ട തുക എത്ര കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് അതായത് പെയിൻറ് ചെയ്യാനുള്ള പൈസ എത്ര വരും? 75.36 ചതുരശ്ര മീറ്ററാണ് ആകെ ഉള്ളത്. അതിന് ഒരെണ്ണത്തിന് എത്ര വരും? ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപ വെച്ചിട്ട് അല്ലേ. അപ്പം × 80 സീക്വൽ ടു എത്ര രൂപ വരും? നമുക്ക് ഒന്ന് ഗുണിച്ചു നോക്കാം. 6023
8 രൂപ 80 പൈസ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇവിടെ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി അല്ലേ. അതായത് നമുക്കറിയാം ഒരു തൂണിന് പെയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുകൾ ഭാഗത്തും അല്ലേ, മുകൾ ഭാഗവും അടിഭാഗവും മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗവും അടിഭാഗവും പെയിന്റ് അടിക്കേണ്ട വരില്ല. പിന്നെ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, ഈ ചുറ്റുമാണ് പെയിന്റ് അടിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് മുകൾ ഭാഗവും അടിഭാഗവും കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് ഇല്ല, കാരണം അവിടെ നമ്മൾ പെയിന്റ് അടിക്കില്ല അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ദി ഡ്രം ഓഫ് എ റോഡ് റോളർ ഹാസ് ബേസ് ഡയമീറ്റർ 80 cm ആൻഡ് ലെങ്ത് 1.2 meter. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും റോഡിന്റെ പണികളൊക്കെ നടക്കുന്നതായിരിക്കും അല്ലെ, മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റോഡ് റോളർ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ അതേപോലെ ഉള്ള റോഡ് റോളർ അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? അതിൻ്റെ ഡയാമീറ്റർ, ആ റോളർ ഉണ്ടല്ലോ, ആ റോളറിൻ്റെ ഡയാമീറ്റർ 80 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നീളം 1.2 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അത് ഒരു വട്ടം കറങ്ങുമ്പോൾ എത്ര ഏരിയ അത് ലെവൽ ചെയ്തിട്ടുണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ വലിയ ചോദ്യമായിട്ട് നമുക്ക് തോന്നും, വളരെ സിമ്പിളായ ഒരു ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് റോളർ. ഇതിൻ്റെ ഡയാമീറ്റർ നമുക്ക് എന്നിട്ടുണ്ട് എത്രയാണ്? 80 cm അല്ലേ. അപ്പോൾ ഡയാമീറ്റർ 80 ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 40 cm. പിന്നീടോ ഇതിൻ്റെ നീളം നമുക്ക് വന്നിട്ടുണ്ട് 1.2 meter അല്ലേ, അതായത് 1.2 meter ഇതിൻ്റെ നീളം. ഇവിടെ ശ്രദ്ധിക്കുക, 1 മീറ്ററിലാണ് തന്നിട്ടുള്ളത്, അടുത്തത് സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇനി ഇത് ഒരു വട്ടം കറങ്ങുമ്പോൾ എത്ര ഏരിയ ഇത് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ലെവലാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഒരു വട്ടം കറങ്ങുമ്പോൾ ഒന്ന് നോക്കിയേ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഈ നിലത്ത് മുട്ടി നിൽക്കുന്ന ഭാഗത്ത് നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഈ റോളറും ഒരു മാർക്ക് ചെയ്ത്, ഈ മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അത് വീണ്ടും ആ പോയിന്റ് തന്നെ നിലത്ത് കുത്തുക ഇവിടെ നിന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ ലെവലാവുന്ന ഇത്രയും ഏരിയ ആയിരിക്കും ലെവലാവുക അല്ലേ. അപ്പോൾ ഒരു റൗണ്ട് ഇത് ചെയ്യുമ്പോൾ ഇത്ര ഏരിയ ലെവൽ ചെയ്യും. ഈ ഏരിയ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഈ റോളർ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിചാരിക്കുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കടലാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിങ്ങനെ നീർത്തി കഴിഞ്ഞാൽ അത് എത്രയാണോ അത്രയും ഏരിയ ആയിരിക്കും ഇത് എന്ത് ചെയ്യുക, ലെവൽ ചെയ്യുക അല്ലേ. അതായത് ഈ റോളറിൻ്റെ കർവ്ഡ് സർഫസ് എത്രയാണോ അത്രയും ഏരിയ ആയിരിക്കും ഇത് ഒറ്റ റൗണ്ടിന് കവർ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ റോളറിൻ്റെ വക്രതല പരപ്പളവ് അഥവാ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഒന്ന് h വേണം, അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റേഡിയസും അറിയാം അല്ലേ. അപ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് 40 cm, അതായത് ഡയാമീറ്റർ 50, അപ്പോൾ റേഡിയസ് 40 cm. പിന്നെ അതിൻ്റെ h നമുക്കറിയാം, h = 1.2 meter. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെൻറ്റിമീറ്ററാണ്, ഇത് മീറ്ററിലാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റം സെൻറ്റിമീറ്ററിലാക്കാം. അപ്പോൾ എന്താക്കാം? അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 120 cm. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ അതായത് വക്രതല പരപ്പ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2πRh = 2π ഇൻറ്റു റേഡിയസ് എത്രയാണ്? റേഡിയസ് 40 ഇൻറ്റു h 120. അപ്പോൾ എല്ലാം ഒന്ന് ഗുണിച്ചോക്കി. 2 × 40 × 120 എത്ര കിട്ടുമെന്നൊന്ന് നോക്കിയേ. 9600 അല്ലേ. അപ്പോൾ 9600 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പൈയുടെ വില ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? പൈയുടെ വില കൂടി ഇടുക. അതായത് 9600 ഇൻറ്റു പൈ 3.14 = എത്ര വരും? 30.144 അത്ര എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിൽ പൈയുടെ വില ഇടണം അല്ലെങ്കിൽ √2ൻ്റെ വില ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ നിർത്തിക്കോ. അതേസമയം ഇതിൻ്റെ റേറ്റ് എന്ത് വരും? പൈസ ഒക്കെ ചോദിക്കുമ്പോൾ എന്ത് വേണ്ടി വരും? നമ്മൾ പൈ കൊണ്ട് അല്ലെങ്കിൽ √3 കൊണ്ടൊക്കെ ഗുണിക്കൊണ്ട് കൊടുത്ത് ഗുണിച്ചിട്ടുണ്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് നോക്കിയാൽ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ, ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ചതുരശ്ര മീറ്ററിൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം, നമുക്ക് സെൻറ്റിമീറ്ററിനെ നമ്മൾ
മീറ്റർ ആക്കാൻ എന്ത് വേണം? മീറ്റർ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം അല്ലേ? 100 കൊണ്ട് ഹരിച്ചാൽ മതി. സെൻറ്റിമീറ്റർ 100 കൊണ്ട് ഹരിച്ചാൽ മീറ്റർ കിട്ടും. അതേസമയം സ്ക്വയർ സെൻറ്റിമീറ്ററിന്, അതായത് ചതുരശ്ര സെൻറ്റിമീറ്ററിനെ നമുക്ക് ചതുരശ്ര മീറ്ററിലാക്കണമെങ്കിലോ ചതുരശ്ര മീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 100 കൊണ്ട് ഹരിച്ചാൽ പോരാ, പകരം ഹരിക്കണം 100 × 100. സ്ക്വയർ വന്നില്ലേ, അതുകൊണ്ട് 100 × 100. അപ്പോൾ ഇത് എന്തൊരു ഉത്തരം? അങ്ങനെയാണെങ്കിൽ 100 × 100 വെച്ചാൽ 4 സ്ഥാനം നീക്കി ഹരിക്കണം 100 × 100 അല്ലേ? അതായത് അപ്പോൾ 1, 2, 3, 4 സ്ഥാനം നീക്കി പോയിന്റ് ഇടും. അപ്പോൾ 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ എന്ത് ആൻസർ വരും? 3.0144 സ്ക്വയർ മീറ്റർ. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബേസ് ഏരിയ. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? അതായത് ഒരു വൃത്തസ്തംഭത്തിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് വക്രപരപ്പളവും പിന്നെയോ പാദപരപ്പളവും രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസും അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? പാദപരപ്പ് അല്ലെ, അതായത് ബേസ് ഏരിയ, പാദപ്പരപ്പ് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? വക്രതല പരപ്പിന് അല്ലെ, കർവ്ഡ് സർഫസ് ഏരിയയും ഈക്വൽ ആണ്. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പാദപ്പരപ്പ് ഈസ് ഈക്വൽ ടു വക്രതല പരപ്പ്. ഇനി പാദപ്പരപ്പ്, പാദത്തിന്റെ ഷേപ്പ് എന്താണ്? നമുക്കറിയാം, പാദം അല്ലേ? പാദത്തിന്റെ ഷേപ്പ് എന്താണ്? സർക്കിളാണ് അല്ലേ? അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ എന്താണ്? πr² ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ പഠിച്ചത് എന്താണ്? 2πrh. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ πr² ഈസ് ഈക്വൽ ടു 2πrh. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഈ സമത്വനത്തിന് അപ്പുറം ഇപ്പുറം നോക്കിയാൽ ഇപ്പുറത്ത് പൈൻ്റെ ഇപ്പുറത്ത് പൈൻ്റെ അല്ലേ? രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ r² ഉണ്ട്, ഇവിടെ r ഉണ്ട്. അതായത് ഇവിടെ r² എന്ന് വെച്ചാൽ 2 r ഉണ്ട് അല്ലേ? ഇവിടെ 1 r ഉണ്ട്. അപ്പോൾ നമുക്ക് 2 rൽ 1 r-നെ ക്യാൻസൽ ചെയ്യാം, ഈ r-നെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വന്നു? ഇവിടെ r മാത്രമല്ലോ, r ഈസ് ഈക്വൽ ടു 2, ബാക്കി ഇവിടെ h. അപ്പോൾ ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? r ഇതിൻ്റെ റേഡിയസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? 2h-ന് ഈക്വൽ ആയിരിക്കണം. അതായത് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? h-ന്റെ 2 മടങ്ങായിരിക്കണം. h എത്ര, ഹൈറ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കണം റേഡിയസ്. മനസ്സിലായില്ലേ? അതായത് ഈ ഹൈറ്റിൻ്റെ ഇരട്ടി ആയിരിക്കണം റേഡിയസ് വരുന്നത്, ഇരട്ടി. എങ്കിൽ മാത്രമേ ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും ഈക്വൽ ആവുകയുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഉയരത്തിൻ്റെ h-ന്റെ 2 മടങ്ങായിരിക്കണം റേഡിയസ്. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഈസ് 2 times ഓഫ് ഇറ്റ്സ് ഹൈറ്റ്. അങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാലോ. 4ാമത്തെ ചോദ്യം എന്താണ്? എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ വിത്ത് സൈഡ്സ് 48 cm and 25 cm ഈസ് rolled into a cylinder of height 25 cm and its end are closed with exactly fitted circles. What is the total surface area of the cylinder? എന്താണ് ചോദ്യം? എ റെക്ടാങ്കുലർ ഷീറ്റ് അല്ലെ, ഒരു ചതുരത്തിലുള്ള ഷീറ്റ് ഓഫ് മെറ്റൽ, മെറ്റലിൻ്റെ ഒരു ഷീറ്റ് വിത്ത് സൈഡ്സ് 48 cm ആൻഡ് 25 cm. അപ്പോൾ ചതുരത്തിലുള്ള ഷീറ്റ് അതിൻ്റെ അളവ് വന്നിട്ടുണ്ട് 48ഉം 25ഉം. അത് ചുരുട്ടിയിട്ട് എന്തുണ്ടാക്കി? ഒരു സിലിണ്ടർ ഉണ്ടാക്കി. 25 cm ഹൈറ്റുള്ള ഒരു സിലിണ്ടർ ഉണ്ടാക്കി. പിന്നെയോ അതിൻ്റെ 2 അറ്റവും കറക്റ്റായിട്ട് സ്യൂട്ടായ എന്തുകൊണ്ട്? സർക്കിൾ കൊണ്ട് അത് കവർ ചെയ്തു. 2 അറ്റം തുറന്നിരിക്കുന്ന 2 ഭാഗവും. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ? ഇതിൻ്റെ മൊത്തം സർഫസ് ഏരിയ എത്രയാണ്? ഉപരിതല വിസ്തീർണം എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു എന്താണ്? മെറ്റൽ ഷീറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈ ഷീറ്റിൻ്റെ 48 cm ആണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 25 cm. ഇത് ചുരുട്ടിയിട്ടാണ് ഈ നമ്മുടെ എന്തുണ്ടാക്കിയത്? സിലിണ്ടർ ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇതാണ് സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25 അല്ലേ? അപ്പോൾ ഇതേ ഹൈറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ 25. ഇനി നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്?
ഇതിൻ്റെ രണ്ടറ്റവും കറക്റ്റായിട്ട് കൊള്ളുന്ന മൂടി ഉപയോഗിച്ചുകൊണ്ട് മൂടിയിട്ടുണ്ട് അല്ലേ, കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊത്തം ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ആദ്യം ഈ സിലിണ്ടറിൻ്റെ ഈ വക്രതലപ്പരപ്പ് അല്ലേ, അതായത് ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ സർക്കിളിൻ്റെ രണ്ട് ഭാഗത്തെയും ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കറിയാം ഇത് ചുറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേ. അതായത് ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ഈ പെരിമീറ്റർ എത്രയായിരിക്കും? 48 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. ഇതിൻ്റെ പെരിമീറ്റർ, അതായത് പെരിമീറ്റർ ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ. 48 സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr. അപ്പോൾ 2πr എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ, വക്രതലപ്പരപ്പ് എത്രയാണ്? വക്രതലപ്പരപ്പ് 2πr h. ഇതാണ് വക്രതലപ്പരപ്പ് അല്ലേ. അതായത് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ 2πr വില നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 48 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 2πr പകരം എന്തെഴുതാം നമുക്ക്? 2πr പകരം 48 ഇൻറ്റു h നമുക്കറിയാം 25 സീക്വൽ ടു 48 × 25 എത്രയാണ്? 1200. അപ്പോൾ 1200 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ. അപ്പോൾ ഇത് ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? രണ്ട് മൂടികൾ അടിയിലുണ്ട് മുകളിലുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് 2 caps, അത് രണ്ട് മൂടികളുടെയും ഏരിയ. ഒന്നുകിൽ നമുക്ക് ഒരു മൂടിയുടെ ഏരിയ കണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂടികളുടെ ഏരിയ ഒരുമിച്ച് കാണാം അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് 2 caps നമ്മുടെ രണ്ടെണ്ണത്തിൽ ഒരുമിച്ച് കാണുന്നു. അപ്പോൾ എന്ത് വരും? ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്താണ്? സർക്കിളാണ്, അതായത് πr². ഏരിയ πr². ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. 2 എണ്ണത്തിൻ്റെ കാണാം. അപ്പോൾ നമുക്ക് 2πr² ഈക്വൽ ടു 2π × r റേഡിയസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് കിട്ടിയിട്ടില്ല. റേഡിയസ് എത്രയാണ്? അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ പെരിമീറ്റർ 2πr തന്നിട്ടുണ്ട് അല്ലേ. പെരിമീറ്റർ നമുക്ക് എന്നിട്ട് 2πr 48 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. 2πr ഈക്വൽ ടു 48. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കുന്ന r ഈക്വൽ ടു 48 ബൈ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആയി മാറി അല്ലേ. 2π ഈക്വൽ ടു നമുക്ക് ആണെങ്കിൽ 48/2. 48/2 എന്ന് പറഞ്ഞാൽ 24 അല്ലേ. അപ്പോൾ അങ്ങനെ ചുരുക്കി എഴുതാം. അപ്പോൾ നമുക്ക് 24/π. റേഡിയസ് നമുക്ക് കിട്ടി 24π. അപ്പോൾ 2π × r². r എത്രയാണ്? 24/π. അതിൻ്റെ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഈക്വൽ ടു 2π × 24/π ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 24 സ്ക്വയർ കാണാം. 24 സ്ക്വയർ എത്രയാണ്? 24 × 24 576 അല്ലേ. 576 ബൈ പൈയുടെ സ്ക്വയർ, π × π, അതായത് π². അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മുകളിൽ ഒരു π ഉണ്ട്, അടിയിൽ 2 π ഉണ്ട് അല്ലേ. അപ്പോൾ അടിയിൽ 2 πയിൽ ഒരു π പോയി, ഈ πയും പോയി. ബാക്കി എന്ത് വന്നു? 2 × 576 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 1152. 1152 ബൈ അടിയിലുള്ള π. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? π കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തിടാം അല്ലേ. അപ്പോൾ 1152 ബൈ 3.14. അപ്പോൾ ഇവിടെ നമ്മൾ ഹരിക്കുമ്പോൾ എന്നാൽ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഹരിക്കാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? പോയിന്റിന് മാറ്റാം. പോയിന്റിന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലേ, 2 സ്ഥാനമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് പോയി. അപ്പോൾ നമ്മൾ ഇവിടെയും 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതെന്തായി മാറി? ഇതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1152 പിന്നെന്തുവായി? 2 0 കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലേ. ബൈ ഇതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങോട്ട് പോയിന്റ് നീങ്ങുമ്പോൾ 314 മാറി. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ ഹരിക്കുക. ഇനി എത്ര കിട്ടുന്നൊന്ന് നോക്കിയാൽ ഈക്വൽ ടു 366.87 അല്ലേ. ഇതാണ് നമുക്കിവിടെ ഹരിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയ എന്താണ്? ഏരിയ ഓഫ് 2 caps, 2 ക്യാപ്പുകളുടെ 2 മൂടുകളുടെ ഏരിയ ആണ് ഇത്.
ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ ഏരിയ അല്ലേ, ആകെ ഏരിയ കിട്ടണം. അപ്പോൾ എന്ത് വേണം? ഇതും ഇതും തമ്മിൽ കൂടി കൂട്ടാം. അപ്പോൾ എഴുതാം ടോട്ടൽ സർഫസ് ഏരിയ അതായത് ആകെ ഉപരിതല പരപ്പ് സീക്വൽ എന്ത് വരും? ഇതിൻ്റെ കൂടെ 1200 പ്ലസ് 366.87 അല്ലേ? അപ്പോൾ രണ്ടും കൂടി കൂട്ടണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം ഏരിയ കിട്ടി. എത്ര? അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടിയെന്ന് നോക്കിയാൽ സീക്വൽ ടു 1566.87 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീണ്ടും നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.